മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ദമ്പതികളായ മരിയ ജോസഫും ഭാര്യ ജിജി ജോസഫും തമ്മിലുള്ള കലഹത്തെ തുടർന്നുള്ള വാർത്തകളെല്ലാം തന്നെ വളരെയധികം വിവാദമായിരുന്നു. അതിനുശേഷം ഭാര്യയായ ജിജി പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രിമിനൽ ഒഫൻസ്, ഒരു അട്രോസിറ്റി ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് തനിക്കുണ്ടായി എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതായി വാർത്ത കണ്ടു. അതിനെതിരെ ഭർത്താവും പരാതി കൊടുത്തു. ഒരുമിച്ച് പോകാൻ താല്പര്യമില്ലാത്ത ദമ്പതികൾക്ക് കോടതിയെ സമീപിക്കാം, പിരിയാം. പക്ഷെ അത് ഒരു കയ്യാങ്കളിയിൽ അവസാനിക്കുകയും വളരെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം പിരിയുക എന്ന് പറയുന്നത് അത് ഒരു മ്യൂച്വൽ കൺസെൻറ്റോടുകൂടിയുള്ള ഒരു പിരിയലല്ല. പ്രതികാരവും പരസ്പരം ചെളി വാരി എറിയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പിരിയലാണ്, ഒരു രീതിയാണെന്നാണ് നമുക്ക് മനസ്സിലായത്. കാരണം ഇവർ ഇതിനു മുന്നേ നടത്തിയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീച്ചസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭർത്താവിനെ എങ്ങനെ ഭാര്യ സ്നേഹിക്കണം എന്നതിനെക്കുറിച്ച് ജിജി നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളെല്ലാം തന്നെ, സ്പീച്ചസ് എല്ലാം തന്നെ വളരെ എല്ലാവരെയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും വളരെയധികം താല്പര്യം ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണം, എന്നാലേ ഭർത്താവുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ കേൾവിക്കാരിൽ ഒരു തരംഗമുണ്ടാക്കിയിട്ടുണ്ട്. കേൾവിക്കാർ അതാണ് ശരിയെന്ന് വിശ്വസിച്ച് പാവപ്പെട്ട മീഡിയോക്രിറ്റി ലിസണേഴ്സ് അതിന് പിന്നാലെ പോയി അവർ പറയുന്നത് വേദവാക്യമാക്കി എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവർ ജീസസിൻ്റെ ഫോളോവേഴ്സാണ്. ജീസസ് എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയായിരിക്കണം മാരേജ് അല്ലെങ്കിൽ വിവാഹം എന്ന് ജീസസ് ബൈബിളിൽ പറഞ്ഞ പോലെ തന്നെ ജീവിക്കാനാണ് ഇവർ എല്ലാ ലിസണേഴ്സിനോടും ആവശ്യപ്പെടുന്നത്. ജീസസ് മാരേജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭർത്താവിനോട് നിൻ്റെ ഭാര്യയെ സ്വശരീരത്തെ പോലെ സ്നേഹിക്കുക, സ്വന്തം ശരീരത്തെ ആരും വെറുക്കുകയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഭാര്യയോട് ഭർത്താവിനോട് കീഴ്പ്പെട്ട് ജീവിക്കുക. ജീസസ് സഭയെ സേവ് ചെയ്ത പോലെ തന്നെ ഭാര്യ ഭർത്താവിനെ സേവ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് എങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ പരിഹരിക്കണം എന്നൊക്കെ ഇവരുടെ പ്രഭാഷണത്തിലുണ്ട്. അപ്പോൾ അത്രയും ജനങ്ങൾക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള സ്പീച്ചസ് ഡെലിവർ ചെയ്യുന്ന ദമ്പതികളാണ്. എസ്പെഷ്യലി ജിജി. അവരുടെ അഭിപ്രായ ഭിന്നതയോ അവർക്ക് ഡിവോഴ്സോ, കാരണം അതൊക്കെ ആർക്കും സംഭവിക്കാം അല്ലേ. എത്ര കണ്ട് നമ്മൾ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് അത്രയും സ്നേഹമുള്ളവരാണെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. അവരങ്ങനെ പറഞ്ഞു, എന്നുവെച്ചാൽ അഭിപ്രായം ഇരുമ്പുലൊക്കെയൊന്നും അല്ലല്ലോ. ആർക്കും അഭിപ്രായങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും. അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചില അഭിപ്രായങ്ങളൊക്കെ മാറ്റേണ്ടതായി വരും. ചിലപ്പോൾ തിരിച്ചറിവ് കൊണ്ട് നമ്മൾ ഇത്രനാളും വിശ്വസിച്ചത് മൂഢത്തരമായിരുന്നു എന്ന ബോധ്യം ഉണ്ടാവുന്ന നിമിഷത്തിൽ നമ്മൾ ഇതുവരെ കൊണ്ടു നടന്നിരുന്ന അഭിപ്രായവും മാറ്റേണ്ടതായി വരും. പ്രത്യശാസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. കാരണം അഭിപ്രായമൊന്നും ഇരുമ്പോഴൊക്കെ അല്ല. അവർക്ക് പിരിയാം, നല്ല ഗംഭീരമായിട്ട് ഗോൾഡൻ ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിയാം. കാരണം പരസ്പരം യോജിച്ചു പോകുന്നില്ല. അപ്പോൾ പിന്നെ സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുന്നൊരു സംഗതിയല്ല. അവരും അത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇവരോട് സ്നേഹം അവിടെ നിന്നു, ആ ബന്ധത്തിൽ ഇല്ലാതായി, അവിടെ സ്റ്റോപ്ഡായി എന്ന് പറയുന്നു. ഇവർക്ക് അങ്ങോട്ടും ഗെറ്റ് അലോങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വളരെ ഗംഭീരമായി നന്നായി പിരിഞ്ഞു പോകാമായിരുന്നു. ഇവർ അതിനെ അവർ ആസ് എ ലാസ്റ്റ് റിസോർട്ട്, അവസാനത്തെ കൈ എന്നുള്ള രീതിയിൽ ഒരു കോംപ്രമൈസ് ടോക്ക് മകളുടെ സാന്നിധ്യത്തിൽ നടത്തുകയും ചെയ്യുന്നു. അതും വളരെ
അത് ഫെയിൽ ആയെങ്കിൽ അവിടുന്ന് പിരിഞ്ഞു പോകാം. പക്ഷേ അവിടെ നടന്നത് വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു ഒരു ചില ഡ്രാമ ഒരു കാരണം അത് ആദ്യം അധ്യാന്തം ആ സംഭവം വീഡിയോയിൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. മകളുടെ കരച്ചില്, ഇവരെ സംസാരം. അപ്പോൾ അതൊക്കെ വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതെടുത്ത് പുറത്തേക്ക് ഇടണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരിലെ സ്നേഹം നിലച്ചതുകൊണ്ട് ഇവരൊഴിഞ്ഞു പോകുന്നു എന്നല്ല എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവരിൽ സ്നേഹമൊക്കെ പോയിക്കോട്ടെ, പക്ഷെ കൊള്ള മുതൽ വീതം വെച്ച് എടുക്കുന്നതിലുള്ള ഒരു വഴക്കാണ്. അതെ, ഞാനോ നീയോ മുമ്പൻ, എനിക്ക് കൂടുതൽ, എനിക്ക് വേണം അതിൽ അധികാരം, കൊള്ള മുതലേ എനിക്കും കൂടി അവകാശം വേണം എന്നുള്ള ഇരു കൂട്ടരുടെയും ഒരു ഭിന്നതയാണ് ആ ദാമ്പത്യം അല്ലെങ്കിൽ അത് അവസാനിക്കാനുള്ള ആ ദമ്പതികൾ പിരിയാനുള്ള കാരണമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിരാസങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം അർഹമല്ലാത്ത കാശ് വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ ദുശീലങ്ങളൊക്കെ ഉണ്ടാവും. ജീസസിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഇവർ ഈ അടിക്കണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് എനിക്ക് ഈഗോ ഉണ്ട് എന്ന് പറഞ്ഞത്. ഈഗോ പാടില്ല എന്നാണ് ജീസസ് പറഞ്ഞിട്ടുള്ളത്. ഫൊർഗീവ്നെസ് ആണ് ജീസസ് പറഞ്ഞത്. ക്ഷമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശത്രുവിനോട് പോലും ക്ഷമിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞ ജീസസിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഭാര്യയോട് ഞാൻ ഒരിക്കലും അതിനോട് നീ പറയുന്നത് അനുസരിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ എന്താണ് നടന്നതെന്ന് ശരിക്ക് അവർക്ക് തന്നെ അറിയുള്ളൂ, നമുക്ക് കൃത്യമായി അറിയില്ല. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് വന്ന് ഏറ്റവും രസകരമായ സംഗതി, അത് കഴിഞ്ഞ് വന്നത് ഈ വീഡിയോ ഇട്ടപ്പോൾ ഭർത്താവ് വേറെ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി വേറൊരു വീഡിയോ ഭാര്യയ്ക്കെതിരെ ഇടുകയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ്. അപ്പോൾ യൂട്യൂബിൽ വരുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ നമ്മൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുറേ ആൾക്കാർ കാണുന്നതിനനുസരിച്ച് റീച്ചാണ്, അറ്റൻഷനാണ് അവിടെ. എൻ്റെ ക്വാളിറ്റി അല്ല, വേർഡല്ല, അറ്റൻഷൻ. യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇവർക്ക് കുറേ റീച്ച് കിട്ടുന്നു. കുറേ ഇത്തരം സ്പീച്ചസൊക്കെ മീഡിയോക്രിറ്റി കാണുന്നുണ്ട്. കാരണം പാവങ്ങൾക്ക് ഒരു കാര്യമായ ഡെപ്തൊന്നും ഇല്ലാത്ത ഒരു ആഴമേറിയ വായനയോ ഗഹനമായ ചിന്തയോ ഒന്നും ഇല്ലാത്ത പാവങ്ങൾ ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ കുടുങ്ങിപ്പോയി ഇവർക്ക് കയ്യിലുള്ള കാശ് മുഴുവൻ അവിടെ കൊണ്ടുപോയി ചൊരിയാണ്. അപ്പോൾ അങ്ങനെ അനർഹമായ കാശ് ഇവരെ കയ്യിൽ വന്നു ചേർന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് വീതം വെക്കുന്നതിനിടയിൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഈഗോ, ഞാനോ നീയോ മുമ്പൻ എന്നുള്ള ഈഗോ, ഇത് ജീസസിൻ്റെ ഫൊർഗീവ്നെസ് എന്ന ജീസസിൻ്റെ ടീച്ചിങ്ങിന് എതിരാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ബ്രദറാണ്, സുവിശേഷകനാണ്. അപ്പോൾ ഇതാണോ അവരുടെ സുവിശേഷം? ഇങ്ങനെ മതം പറഞ്ഞ് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. അവരിലൊന്നും നമ്മൾ വീണു പോകരുതെന്ന് നമ്മൾ തന്നെ ദൃഢനിശ്ചയം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആകെ പടുകുഴിയിലാക്കി ആയിപ്പോകും, നമ്മുടെ കാശ് ഇവർ തട്ടിച്ചെടുക്കുകയും ചെയ്യും. ഇങ്ങനെ സംഗതി ഉണ്ടായത് എന്തായാലും നന്നായി. ഇവർ പിരിഞ്ഞു എന്നല്ലെങ്കിൽ പരസ്പരം അടിച്ചു പിരിഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താകുമ്പോൾ കാണാൻ നല്ല ചേലേന്ന് എന്നതാണല്ലോ പറയുക. പക്ഷെ അതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇവരത് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഉളുപ്പില്ലേ, വീഡിയോയുടെ മുന്നിൽ വന്ന് ചെളി വാരി എറിയാണ്. ഇവർ എന്താണ്, നാണമില്ലേ ഇവർക്ക്? ഇങ്ങനെ മോട്ടിവേഷൻ സ്പീച്ച് പറഞ്ഞു തരുന്ന ആൾക്കാർക്ക് ഭാര്യനെ പരസ്യമായി സൈലൻസ് അല്ലേ നല്ലത്? അതിനുള്ളൊരു മാന്യതയെങ്കിലും ഇവരൊക്കെ കാണിക്കണ്ടേ? ഇവർക്ക് അനർഹമായ പ്രാമുഖ്യം നമ്മൾ കൊടുക്കാതിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്.